ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ കൂടെയുള്ളതായ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് 67-ാമത്തെ ലെസൺ അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം ഭാഗം ഒരു ഇൻട്രഡക്ഷനായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ സഭയുടെ ആരംഭമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെ ഒരു ഭാഗമായി അതിനെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്നറിയുന്നു. നീതി പ്രവർത്തിച്ച് നീതീകരണം പ്രാപിക്കുക എന്നുള്ളതായ വ്യവസ്ഥയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മലാഖി പുസ്തകത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ സമയമാകുമ്പോൾ ഒരു ഇരുൾ നിറഞ്ഞതായ സമയമാണ്. ദൈവിക ശബ്ദമൊന്നും കേൾക്കുന്നില്ല, പ്രവാചക ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിക്കുന്നത്. 33.5 വർഷക്കാലം ഈ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഇടയ്ക്കായിട്ട് ദൈവപുത്രൻ വെളിപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം തന്നു, അതിനെക്കുറിച്ചുള്ളതായ ഇൻഫർമേഷൻ തന്നു. ദൈവത്തെ രാജ്യത്തിലേക്ക് കടക്കുന്നതിനുള്ളതായ വീണ്ടെടുപ്പിൻ്റെ ഒരു മാർഗം നമ്മൾക്ക് വേണ്ടി നടത്തി തന്നു. അതിനുശേഷമായിട്ട് താൻ സ്വർഗത്തിലേക്ക് പോയി. ഇത് അപ്പോസ്തല പ്രവർത്തികളിലാണ് ആ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥമായ അല്ലെങ്കിൽ സഭയുടെ ആരംഭം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ സഭയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തികളിലാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്നെ പഴയ നിയമത്തേക്കാൾ വ്യത്യസ്തമായ ഒരു പാറ്റേണാണ് ഈ പുതിയ നിയമത്തിൽ നമ്മൾക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. അതായത് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ച് സഭയ്ക്ക് തുടക്കമിട്ട പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നറിയപ്പെടുന്ന ബുക്ക് ഓഫ് ആക്ട്സ് എന്ന് പറയുന്നത്. സുവിശേഷങ്ങളിൽ യേശു വീണ്ടെടുപ്പ് നിവർത്തിച്ചു. എന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്നത് ബുക്ക് ഓഫ് ആക്ട്സിലാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ കൽപ്പണിയായ ആലയത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ടായിരുന്നു. പുരോഹിതന്മാർക്കും അവരുടെ വസ്ത്രങ്ങൾക്കും മറ്റും അക്ഷരപ്രകാരമുള്ളതായ നിയമങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ആത്മാവിന് ഒരു വലിയ സ്ഥാനം നൽകി. പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഒരു ആത്മീയ സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായ ആ വ്യവസ്ഥയാണ് പുതിയ നിയമത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രാർത്ഥനകൾക്കും വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കണം എന്നാണ് ഈ പുതിയ നിയമത്തിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് കാണുവാനായിട്ടുള്ളത്. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളുടെ പ്രാർത്ഥന കഴിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അക്ഷരപ്രകാരം എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ട് ഉള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് വലിയ വ്യത്യാസങ്ങൾ ഈ 2 ഭാഗങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലെ പ്രസംഗത്തിന് വലിയ വ്യത്യാസം ഉണ്ട്. അപ്പോസ്തലനായ പത്രോസ് ആദ്യത്തെ ഒരു പ്രസംഗം ചെയ്തു തന്നെ വളരെയധികം കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കുവാനായിട്ടുണ്ട്. പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കളാകുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതായ കാര്യങ്ങൾ. അതുപോലെ തന്നെ സഭയുടെ മെമ്പർഷിപ്പ്, സഭയിൽ എങ്ങനെയാണ് ചേരുന്നത് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ പത്രോസിൻ്റെ പ്രസംഗത്തിൽ കൂടെ നമ്മൾക്ക്
മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലെ സുവിശേഷ വേലകൾക്ക് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾക്ക് കാണാം. പഴയ നിയമത്തിലെന്ന് പറയുമ്പോൾ ജാതികളിലേക്ക് ആരും തന്നെ സുവിശേഷവുമായിട്ട് പോയിട്ടില്ല. ജാതികളെ കാണുന്നത് ഒരു പുച്ഛമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് യഹൂദന്മാർ. അവർ കണക്കാക്കിയിരുന്നത് നരകത്തിൻ്റെ വിറക് ആയിട്ടാണ് ജാതികളെ ഒക്കെ യഹൂദന്മാരെ കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞതുപോലെ മിഷൻ ട്രിപ്പിന് വളരെ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ മിഷൻ ട്രിപ്പോ സുവിശേഷവുമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയുള്ള പതിവ് ഇല്ലായിരുന്നു. യേശു പറഞ്ഞു, യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തൊക്കെയും നിങ്ങൾ പോയി എൻ്റെ സാക്ഷികളായി തീരണം എന്നുള്ളതായ ആ പ്രവർത്തനം ആരംഭിച്ചത് ഈ പുതിയ നിയമത്തിൽ ആണ് എന്നത് അപ്പോസ്തല പ്രവർത്തികളിൽ ആരംഭിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ഒരു ജാതീയ സഭ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ നഗരമായിരുന്നതായ യെരുശലേമിൽ ദൈവപുത്രനെ ഈ പുരോഹിതന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും തള്ളിക്കളഞ്ഞ് ക്രൂശിച്ച് അവനെ പുറത്താക്കിയപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു, യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതിന് പകരമായിട്ട് ഇതാ തള്ളപ്പെട്ടവരായിട്ട് യെരുശലേമിൽ നിന്നും ഓടിക്കപ്പെട്ടവരായിട്ട് ക്രിസ്തീയ സേവകർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും വിശ്വാസികളും മറ്റ് സ്ഥലങ്ങളിലേക്ക് ചിതറപ്പെടുന്നു, ഓടിപ്പോകുന്നു. എന്നിട്ട് അന്ത്യോക്യ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു വലിയ സഭ ആദ്യമായിട്ട് രൂപാന്തരപ്പെടുന്നു. അവിടെ ജാതികളാണ് കൂടുതലും കടന്നു വന്നത് എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ മുകളിൽ പറഞ്ഞതായ എല്ലാ ശുശ്രൂഷകളും അവിടെ ആരംഭിക്കുന്നു. അതാണ് അന്ത്യോക്യ സഭ ആയിട്ട് ഒരു ജാതീയ സഭയായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ പുതിയ നിയമത്തിൽ യഹൂദന്മാരല്ലാത്തതായ ജാതികളായിട്ടുള്ള ആൾക്കാരൊക്കെ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ പലവിധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ പരിചയിച്ചു വന്നിരുന്ന ആഹാര രീതികൾ, ആരാധനാ രീതികൾ, അവരുടേതായിട്ടുള്ളതായ ദൈവങ്ങൾ, ഡ്രസ് കോഡുകൾ ഒക്കെ ഈ സഭയിലേക്ക് വന്നപ്പോൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ നിശ്ചയമൊന്നുമില്ലായിരുന്നു. അതിനുവേണ്ടി ഈ സഭയുടെ കൗൺസിൽ കൂടി ദൈവദാസന്മാരായിട്ടുള്ളതായ പത്രോസും യാക്കോബും യോഹന്നാനും അതുപോലെ തന്നെ ഒടുവിലായിട്ട് പൗലോസും ഒക്കെ കടന്നു വന്നിട്ട് ഈ ജാതിയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് കടന്നു വന്നവരെ എങ്ങനെ സ്വീകരിക്കണം, അവർക്കുള്ളതായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായ കാര്യങ്ങൾ ഒക്കെ ചിന്തിക്കുവാൻ വേണ്ടി ആദ്യത്തെ കൗൺസിൽ ഒക്കെ അവിടെയാണ് ആരംഭിക്കുന്നത്. അതായത് അപ്പോസ്തല പ്രവർത്തികളിൽ എന്നാണ് നമുക്ക് കാണുന്നത്. പിന്നീട് മിഷൻ മീറ്റിങ്സ് നമ്മൾ കാണുന്നതും അവിടെയാണ്. പല സ്ഥലങ്ങളിലേക്ക് പൗലോസും ശീലാസും ഒക്കെ പോയിട്ട് അവിടെയുള്ളതായ ആൾക്കാരെ ഒക്കെ മാനസാന്തരപ്പെടുന്നു. സഭ അവിടെ ഉടലെടുക്കുന്നു, വീണ്ടും അവിടേക്ക് പോകുന്നു. അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവിടേക്ക് കടന്നു വന്ന് ആ വിഷയങ്ങളൊക്കെ സംസാരിക്കുകയും തുടർന്നുള്ളതായ മിഷൻ വർക്കുകളൊക്കെ എങ്ങനെ ചെയ്യുമെന്നുള്ളതായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നത് ഈ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുപോലെ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് സഭ വ്യാപിക്കുന്നത് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ കൂടെയാണ് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള വചനപ്രകാരം അപ്പോസ്തലനായ പൗലോസ് യൂറോപ്പിലേക്ക് കടന്നു പോകുന്നു. അവിടെയൊക്കെ നമ്മൾക്ക് സഭ ആരംഭിക്കുന്നതായിട്ട് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റത്തിൻ്റെ പുസ്തകമാണ് ഈ അപ്പോസ്തലന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഈ പഴയ നിയമത്തേക്കാൾ അപ്പുറത്തായിട്ട് ജാതീയ സഭകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ജാതീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നവരെയൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ദൈവരാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായ
ഒരു കാര്യമാണ് നമ്മൾക്ക് ഈ അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമം നോക്കുന്നവർക്ക് സുവിശേഷം പറയേണ്ടതായ ആവശ്യമില്ല. അവർ മറ്റുള്ളവരെ സഭയിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അവർ യഹൂദന്മാരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ ഒക്കെ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നതായ പല രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യമായ ഇന്ത്യയിലും ഈ സുവിശേഷം എത്തി. അപ്പോസ്തലന്മാർ അവിടേക്ക് ചെന്നു, ഈ സുവിശേഷം പടർന്നു. അവിടെ ഉണ്ടായിരുന്നതെല്ലാം ജാതികളായിരുന്നു, ബിംബങ്ങളെ സേവിക്കുന്നവരായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരെയൊക്കെ ദൈവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ അപ്പോസ്തല പ്രവർത്തികളുടെ ആ പുസ്തകത്തിന് ശേഷമാണ്. അല്ലെങ്കിൽ ഈ പാറ്റേണിൽ കൂടെയാണ് കർത്താവിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷം അറിയിച്ചത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ലെസണിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഇനിയും നമ്മൾക്ക് ഈ അധ്യായങ്ങളിൽ കൂടെ ഉള്ളതായ ഒരു സ്പീഡ് റീഡിങ്ങിൽ കൂടെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലൂക്കോസ് ആണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ലൂക്കോസ് തൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതി. അതിനുശേഷമായിട്ട് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും ലൂക്കോസ് തന്നെയാണ് എഴുതിയത്. അപ്പോൾ ആദ്യത്തെ ആ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയതിന് ശേഷമായിട്ട് ഈ 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെ പറ്റിയും ആ സമയങ്ങളിൽ ശിഷ്യന്മാരോട് താൻ പറഞ്ഞതായ കാര്യവും അതോ കൂടാതെ തൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിന് വേണ്ടി നിങ്ങൾ പട്ടണത്തിൽ യെരുശലേമിൽ കാത്തിരുന്ന് ശക്തി പ്രാപിച്ചിട്ട് വേണം സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ എന്നുള്ളതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ 2 പുസ്തകങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതായ അധ്യായമാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായതായ ആത്മപകർച്ചയെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും ഒക്കെയാണ് അവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മപകർച്ച അല്ലെങ്കിൽ അന്യഭാഷയെന്ന് പറയുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് ഇന്നും പല ചോദ്യങ്ങളും ഉണ്ട്. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അഗ്നിജ്വാല പോലെ അല്ലെങ്കിൽ തീ പോലെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എന്ന് നമ്മൾക്ക് കാണാം. രണ്ടാമതായിട്ട് ആത്മാവ് നിറഞ്ഞവരായി, അവരുടെ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞവരായി അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് നമ്മൾക്ക് കാണാം. മൂന്നാമതായിട്ട് അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു തുടക്കം മാത്രമാണ്, അല്ലാതെ ഒരു പ്രാവശ്യം സംസാരിച്ചതിന് ശേഷം അത് നിന്നു പോയിട്ടില്ല എന്നുള്ളതായ കാര്യവും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളുടെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നോക്കുമ്പോൾ തൻ്റെ ലേഖനങ്ങളിലൊക്കെ താൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാൾ അധികമായി അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെന്നും അന്യഭാഷകളെക്കുറിച്ചുള്ളതായ പല വിവരങ്ങളും താൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വചനത്തിൽ കൂടെ പകർന്ന് തന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രൈസ് ഗോഡ്, സ്തോത്രം. പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ദൈവിക മർമ്മങ്ങളെ സംസാരിക്കുവാനുള്ളതായ ദൈവകൃപ ഈ അന്യഭാഷകൾ സംസാരിക്കുന്നതിലൂടെ കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞത് ആത്മശക്തി നമ്മളുടെ ഹൃദയങ്ങളിൽ പ്രാപിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെളിയിലേക്ക് കടന്നു പോകുമ്പോൾ
പുറത്ത് നമ്മളുടെ വായിൽ നിന്നുണ്ടായ വാക്കുകളാൽ കർത്താവിനെ സാക്ഷീകരിക്കണം. അപ്പോൾ ഉള്ളിൽ ആത്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാനോ ദൈവത്തെക്കുറിച്ച് ഭയമില്ലാതെ സംസാരിക്കുവാനും സാക്ഷീകരിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നതായ ഒരു പ്രക്രിയയാണ്. സാത്താന് ഈ ഭാഷ മനസ്സിലാകുകയില്ല എന്നുള്ളതും ഒരു വാസ്തവമായ കാര്യമാണ്. അപ്പോൾ ദൈവത്തോട് വളരെ 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 അടുത്ത് സംസാരിപ്പാൻ തക്കവണ്ണം ഉള്ളതായ ഒരു മാർഗമാണ് അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത്. ഈ അന്യഭാഷ സാത്താൻ ഒരിക്കലും ഡീകോഡ് ചെയ്യുന്നതിനോ മനസ്സിലാക്കുന്നതിനോ വ്യാഖ്യാനിക്കുന്നതിനോ സാധ്യം ആകയില്ല. ഇനിയും 14 മുതൽ 36 വരെയുള്ളതായ വാക്യങ്ങൾ ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചിനോടുള്ളതായ ഒരു പ്രസംഗമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, പത്രോസ് എന്ന് പറയുന്നത് ആദ്യത്തെ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് ആദ്യത്തെ മാർപ്പാപ്പ ആണ്, അല്ലെങ്കിൽ പോപ്പ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനും ആദ്യനും ആയിരുന്നതായ പത്രോസിൻ്റെ ഒരു നീണ്ട പ്രസംഗം, വളരെ വ്യക്തമായ പ്രസംഗം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതായ ഒരു പ്രസംഗമാണ് 14 മുതൽ 36 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ പഴയ നിയമത്തിലെ പ്രസംഗത്തിനും ഈ പത്രോസിൻ്റെ പ്രസംഗത്തിനും തമ്മിൽ വളരെ വ്യത്യാസമുള്ളതായിട്ട് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അത് സഭയുടെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും കർത്താവിൻ്റെ 2-ാം വരവിനും ഇടയ്ക്കുള്ളതായ ശുശ്രൂഷയാണ് ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. 1-ാം വരവിനും 2-ാം വരവിനും ഇടയ്ക്കുള്ളതായ ശുശ്രൂഷ, അതായത് എൻഡ് ടൈം മിനിസ്ട്രി എന്നാണ് ഈ പറയുന്നത്. ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് അതിൻ്റെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലേക്ക് ആ ശക്തി പകർന്നു തന്ന് കർത്താവിൻ്റെ വേല ചെയ്ത് അനേകരെ ദൈവസഭയിലേക്ക് ചേർക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു സമയമാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. പത്രോസിൻ്റെ പ്രസംഗം നമ്മൾ നോക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ളതായ പ്രസംഗം അല്ലായിരുന്നു എന്ന് നമ്മൾക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവമായിട്ട് ഓരോ മനുഷ്യരും എടുക്കേണ്ടതായ പ്രസംഗം, തങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും എൻറിച്ച് ചെയ്യുന്നതായ, ബലപ്പെടുത്തുന്നതായ, ശക്തീകരിക്കുന്നതായ, വിശ്വാസം നൽകി ഉറപ്പിക്കുന്നതായ പ്രസംഗമായിരുന്നു ഈ പത്രോസിൻ്റെ പ്രസംഗം എന്ന് നമ്മൾക്ക് കാണാം. 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാം, പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ എന്താണ്, തൻ്റെ പ്രസംഗത്തിൻ്റെ പകുതിയായപ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ കണ്ടു ഈ അന്യഭാഷ സംസാരിക്കുന്നവർ, ഈ കർത്താവിൻ്റെ പ്രവർത്തനം കണ്ടു, തീയുടെ പ്രവർത്തനം, ആത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങൾ കണ്ടു. ഇവർ മത്ത് പിടിച്ചവരല്ല, ഭ്രാന്ത് പിടിച്ചവരല്ല, ലഹരി പിടിച്ചവരല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട് കർത്താവ് ഉപയോഗിക്കുന്നതായ ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പുതിയ നിയമസഭയുടെ ആ ബേസിക് ആയിട്ടുള്ളതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അടിസ്ഥാനമായ ഉപദേശങ്ങൾ അതിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് 38-ാമത്തെ വാക്യത്തിൽ ഈ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒന്നാമതായി നിങ്ങൾ മാനസാന്തരപ്പെടണം.
പഴയ ജീവിതത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു റൈറ്റ് ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞ് ക്രിസ്തുവിങ്കിലേക്കുള്ളതായ യാത്ര ചെയ്യണം. ഒരു പുതിയ മനുഷ്യനായി തീരണം. നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന്. പഴയ നിയമത്തിൽ അങ്ങനെയുള്ളതായ ഒരു പ്രത്യേകമായ പഠിപ്പിക്കൽ ഇല്ലായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ ആദ്യകാലം അന്നു മുതൽ ദൈവദാസന്മാർ ഒരു പുതിയ ആളിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു അവിശ്വാസിയെ കാണുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടതാണോ, അല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഈ പത്രോസാണ് അവിടെ തൻ്റെ പ്രസംഗത്തിൽ അത് ആരംഭിച്ച് കാണിച്ചിരിക്കുന്നത് എന്നും ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ സ്നാനപ്പെടണം. പലർക്കും ഇന്ന് ആ വാക്ക് കേൾക്കുന്നത് അലർജിയാണ്. എന്നാൽ പത്രോസ് അപ്പോസ്തലനാണ് ഈ വാക്ക് പറയുന്നത്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിച്ചുകൊണ്ട് ഞാനും യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ അവൻ്റെ മരണം എൻ്റെ മരണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവനോടുകൂടെ ഞാൻ അടക്കപ്പെട്ട് അവനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കുന്നതായ പ്രക്രിയയാണ് സ്നാനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് വിശ്വസിച്ചതിന് ശേഷം വിശ്വസിക്കുന്ന ആളാണ് ചെയ്യേണ്ടത് എന്ന് പത്രോസ് ഇവിടെയും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഉടനീളം നമ്മൾക്ക് കാണുന്നതായ കാര്യമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. പലപ്പോഴും പലർക്കും ഉള്ളതായ ഒരു എക്സ്ക്യൂസാണ്, ശിശുവായിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നാനപ്പെടുത്തി അല്ലെങ്കിൽ മാമോദീസ കഴിച്ചു, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന്. എന്നാൽ ആ സമയത്ത് ആ ശിശുവിന് വിശ്വസിക്കുവാൻ പ്രായമില്ലായിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ വിശ്വസിച്ച് എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഞാൻ അവനോടുകൂടി അടക്കപ്പെടുന്നു. കഷ്ടപ്പാട് അവന് വേണ്ടി ഞാൻ സഹിക്കുവാൻ തയ്യാറാണ്. അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഞാൻ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുന്നു എന്ന് തനിയെ പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ നമ്മൾ ധൈര്യം കാണിക്കണം. ആ വിശ്വാസത്തിൽ മുൻപോട്ട് പോകണം. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. വചനത്തിൽ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ് സ്നാനപ്പെടണം എന്നുള്ളത്. മൂന്നാമത്തേത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ളതാണ്. യേശുവിൻ്റെ വാഗ്ദത്തമാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തരും. പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിക്കുമ്പോഴാണ് ഈ അന്യഭാഷയും അതുപോലെ തന്നെ പലവിധങ്ങളായ വരങ്ങളും നമ്മൾക്ക് പരിശുദ്ധാത്മാവ് തരുന്നത്. രോഗശാന്തി വരം, പ്രവചനവരം, അങ്ങനെയുള്ളതായ പല പല വരങ്ങൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പുറകാലെ പഠിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾക്ക് മുൻപോട്ട് പോകാം. 42-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നാലാമതായിട്ട് പറയുന്നത്, നിങ്ങൾ ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഈ പത്രോസ് അപ്പോസ്തലൻ നമ്മൾക്ക് ഇവിടെ ഉപദേശം തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സഭയിൽ ചേരുവാൻ, അതിൻ്റെ മെമ്പറായി തീരുവാൻ, കർത്താവിനോട് ചേരുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഉപദേശമാണ്, സഭയുടെ ഉപദേശമാണ്. ആ ഉപദേശം നമ്മൾ കേൾക്കുവാൻ തയ്യാറായിരിക്കണം. അതിനെ റിജക്റ്റ് ചെയ്യരുത്. ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി അനുസരണമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് സഭയിലെ ഓരോ വിശ്വാസികളുടെയും ചുമതല എന്ന് പറയുന്നത്. ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അഞ്ചാമതായിട്ട് പറയുമ്പോൾ, നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഭവനത്തിലിരിക്കുകയല്ല, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോവുകയല്ല. സഭായോഗങ്ങളിൽ ഞായറാഴ്ചയും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ, അതാണ് സഭായോഗങ്ങളെന്ന് പറയുന്നത്. അതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ കൂട്ടായ്മ ആചരിക്കണം. വിശ്വാസികളെല്ലാം ഒന്നിച്ച് കടന്നു വന്നിട്ട് ഒന്നിച്ച് ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം. തങ്ങളുടെ ഭാരങ്ങളെ അന്യോന്യം ഷെയർ ചെയ്തുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യമൊക്കെ കിട്ടും. കർത്താവ് വഴികളെയും വാതിലുകളെയും തുറന്നു തരും. അതാണ് വിശ്വാസികളുടെ വിശ്വാസമെന്ന് പറയുന്നത്.
കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ആറാമതായിട്ട് സഭയുടെ ഒരു ഉപദേശമായിട്ട് പത്രോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കണം എന്ന് പറഞ്ഞാൽ കൂടി വരുമ്പോഴൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ വിളിച്ചു പറയുന്നതായ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നതായ ആ തിരുമേശ കഴിക്കണം എന്നുള്ളതാണ്. അപ്പം നുറുക്കണം, നമ്മൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടതായ യേശുവിൻ്റെ ശരീരത്തെ ഓർക്കണം, നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞതായ അവൻ്റെ രക്തത്തെ നമ്മൾ ഓർക്കണം. അങ്ങനെ തിരുമേശ, ലോർഡ്സ് സപ്പർ നമ്മൾ ആചരിക്കണം എന്നുള്ളത് സഭയുടെ ഉപദേശമാണ്. ഓരോ ദിവസവും ആ തിരുമേശയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്, നിർമ്മലീകരിച്ചുകൊണ്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അടുത്ത് നിൽക്കുന്നുള്ളതായ സാഹചര്യമാണ് അവിടെ ആ തിരുമേശയുള്ള ബന്ധത്തിൽ ഓരോ വിശ്വാസിക്കും കർത്താവ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് പ്രാർത്ഥന കഴിക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ ഉപദേശം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താൽ നമ്മൾക്ക് പ്രാർത്ഥന കഴിച്ച് ദൈവസന്നിധിയിൽ നിന്നും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അല്ലാതെ അവരെ ഉപദ്രവിക്കുന്നവരെ പോലും ഉപദ്രവിക്കുവാനോ വഴക്കിന് പോകുവാനോ പോകാതെ ചെന്നായ്ക്കളുടെ മധ്യത്തിൽ കുഞ്ഞാടുകളെപ്പോലെ അയക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ നിൽക്കണം. പ്രാർത്ഥന കഴിച്ചുകൊണ്ട് ബലപ്പെട്ട് മുൻപോട്ട് പോകണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 7 കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്നാമതായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, രണ്ടാമതായിട്ട് സ്നാനപ്പെടണം, മൂന്നാമതായിട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം, നാലാമതായിട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം, അഞ്ചാമതായിട്ട് കൂട്ടായ്മ ആചരിക്കണം, പിന്നീട് അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ഇതിനോട് ചേർന്ന് തന്നെ പലവിധമുള്ളായ ഉപദേശങ്ങളും പലവിധമായ ഇൻ്റർപ്രിട്ടേഷനും വിശദീകരണവും തുടർന്നുള്ളതായ ബുക്കിലൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചതായ സഭയുടെ ആരംഭമാണ് കാണുന്നത്. സ്വന്തം ജനമെന്ന് മുദ്ര കുത്തിയിരുന്നതായ യഹൂദൻ പോലും ഈ പ്രക്രിയയിൽ കൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നതായ ഒരു സത്യം. പാരമ്പര്യം കൊണ്ട് ഒരു മനുഷ്യനും ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെടണം, യേശുവിൽ വിശ്വസിക്കണം, ലജ്ജിക്കാത്ത സാക്ഷികളായിട്ട് ഈ പറയുന്ന വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് സഭയിൽ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നരകത്തിൻ്റെ വിറകം തന്നെയിരുന്നായ ഈ ജാതികൾ പോലും രക്ഷിക്കപ്പെടണം എന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും എങ്ങനെയാണ് ദൈവമക്കളായി തീരുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചതാണ്. അവനെ കൈക്കൊണ്ട് 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. അപ്പോൾ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെയാണ് ദൈവസഭയുടെ മെമ്പേഴ്സായിട്ട് ചേർത്തിരുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ,
കൊച്ചുമക്കൾ ഇല്ല. അപ്പൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അപ്പൻ്റെ കെയർ ഓഫിൽ ഞാൻ രക്ഷിക്കപ്പെടും ഓട്ടോമാറ്റിക്കായിട്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനപ്രകാരമല്ല. നാം ഓരോരുത്തരും നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനസ്സാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഈ വാക്യങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്. പ്രൈസ് ഗോഡ്. പത്രോസിൻ്റെ പ്രസംഗമെന്ന് പറയുന്നത് ആത്മനിറവോടുകൂടെയാണ്. ആ പെന്തക്കോസ്ത് നാളിൽ ആത്മാവിൽ നിറഞ്ഞ് ആത്മനിറവോടുകൂടെയാണ് പത്രോസ് പ്രസംഗിച്ചത്. അവൻ്റെ പൂർവ്വ ചരിത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കാര്യമായിട്ടൊന്നുമില്ലാത്ത, സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത മുക്കുവനായിരുന്നായ ഒരു പത്രോസ് ഇങ്ങനെ പ്രസംഗിക്കുന്നുവെങ്കിൽ ആ ജ്ഞാനത്തിൽ അന്നത്തെ യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാർ പോലും വളരെ ചിന്തിച്ച് അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഉള്ളതായ എക്സ്ക്ലമേഷൻസ് പറഞ്ഞതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മനിറവോടുകൂടെയാണ് പത്രോസ് പ്രസംഗിച്ചത്. ചാപ്റ്റർ 3 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മളുടെ ശരീരങ്ങളെ പോലും യഥാസ്ഥാനപ്പെടുത്തുവാൻ എന്ന് പറഞ്ഞാൽ പൊസിഷനൊക്കെ നഷ്ടപ്പെട്ടു പോയതായ അവയവങ്ങൾ ഒക്കെ യഥാസ്ഥാനപ്പെട്ട രോഗികളൊക്കെ സൗഖ്യമാകുവാൻ പോലും ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് കഴിയും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ചാപ്റ്റർ 3 നമുക്ക് കാണുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അതിനാൽ ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സദാകാലവും രോഗം ഇല്ലാത്തവനായോ രോഗം സൗഖ്യം പ്രാപിച്ചവനായോ എന്നും ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയും. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുന്നതായ അവസരങ്ങളിൽ കർത്താവ് തൻ്റെ മക്കൾക്ക് ആശ്വാസത്തെ നൽകും, തങ്ങളുടെ പ്രാർത്ഥന കേട്ട് രോഗസൗഖ്യം നൽകും. ആ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരും ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ വേണ്ടി അവിടെ രക്ഷിക്കപ്പെട്ട സഭയോട് ചേരും എന്നുള്ളതായ കാര്യമാണ് അപ്പോസ്തല പ്രവർത്തികൾ ഉടനീളം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവർത്തികളിൽ ലൂക്കോസ് എഴുതുന്നത്, ലൂക്കോസ് ഒരു വൈദ്യനാണ്. അവൻ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എഴുതുന്നവനാണ്. ഹിസ്റ്ററിയൊക്കെ നോക്കും, ഒരു ഡോക്ടർ നോക്കുന്നത് പോലെ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്നും കടന്നു വന്നപ്പോൾ തന്നെ അവൻ്റെ കാലുകളൊക്കെ വളഞ്ഞ് ഇരിക്കുകയാണ്. അന്ന് മുതൽ നടക്കുവാനായിട്ട് ത്രാണിയില്ലാത്ത, പരിചയിച്ചിട്ടില്ലാത്തതായ ഒരു മനുഷ്യൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ഇതാ പത്രോസും യോഹന്നാനും ആലയത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നവനായിട്ട് കാണുന്നു. അവൻ അവരോട് ഭിക്ഷ ചോദിക്കുന്നു. അവരോട് പത്രോസും യോഹന്നാനും പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഇതാ ഞങ്ങൾക്കുള്ളത് നിനങ്ങൾക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ദൈവശക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് കൊടുത്തിട്ടുണ്ട്. പത്രോസിനും യോഹന്നാനും ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ നസ്രയനായ യേശുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ കൈപിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരുവൻ്റെ നരിയാണികൾ ഉറച്ചു. കാലുകൾ ഒക്കെ ഒരു ശരിയായ പൊസിഷനിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്, റെസ്റ്റോറേഷൻ്റെ ദൈവം. പൊസിഷനൊക്കെ നഷ്ടപ്പെട്ട് ചിതറിക്കിടക്കുന്നതായ അസ്ഥികളെ പോലും ഒന്നിച്ച് കൂട്ടുവാൻ തക്കവണ്ണം, റെസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിന് കഴിയും.
ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അസ്ഥികളിൽ കൂടെ സന്ധി മജ്ജകളിൽ കൂടെ നാഡീഞരമ്പുകൾ കൂടെ പ്രവഹിക്കുന്നതാണ്. അത് വളരെ വേഗം സഞ്ചരിക്കുന്നതാണ്. അത് രോഗികളെ സൗഖ്യം നൽകുന്നതാണ്. രോഗികൾക്ക് സൗഖ്യം നൽകി എഴുന്നേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മഹിമപ്പെടുവാൻ വേണ്ടി ദൈവം ഇങ്ങനെയുള്ളതായ അത്ഭുതങ്ങൾ ഒക്കെ ചെയ്യും. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പത്രോസും യോഹന്നാനും ഈ ദേവാലയവാതിക്കലേക്ക് ചെന്നപ്പോൾ അവിടെ വെളിയിലിരുന്ന് ഭിക്ഷയാച്ചായ ആ മനുഷ്യനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഗർഭം മുതൽ തന്നെ മുടന്തനായിരുന്ന മനുഷ്യൻ്റെ നരിയാണി ഉറച്ചു. അവൻ എഴുന്നേറ്റു, അവൻ തുള്ളി, അവൻ ചാടി, അവൻ ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. ദൈവനാമം അവിടെ മഹത്വപ്പെട്ടു എന്ന് നാം കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഈ അത്ഭുതമൊക്കെ കണ്ടിട്ടും വിശ്വസിക്കാത്തതായ ശാസ്ത്രിമാരും പരീശന്മാരോടുമൊക്കെ ഈ പത്രോസ് പറയുന്നതായ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് 22-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് പത്രോസ് പറയുകയാണ്. പഴയ നിയമത്തിൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് മോശ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനാണ്. ആ മോശയാണ് ഇവിടെ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നേക്കാൾ വലിയ ഒരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിച്ച് തരും. അവനെ നിങ്ങൾ കൈക്കൊള്ളണം, അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ അത് ആ വചനത്തിന് വാക്ക് കൊടുക്കാതെ അവർ അവനെ തള്ളിക്കളഞ്ഞു, യേശുവിനെ ക്രൂശിച്ചതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മോശ, പഴയ നിയമത്തിലെ മോശ, ലോ കൊടുത്തതായ മോശ പറഞ്ഞു, എന്നേക്കാൾ വലിയ ഒരുവൻ യേശുവിനെ നിങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിച്ച് തരും. അവനിൽ നിങ്ങൾ വിശ്വസിക്കണം, അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ആ വലിയ പ്രവാചകനായ യേശുവിനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്തതായ കാര്യങ്ങളെ നമ്മൾ അറിയണം. അവൻ്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് അനുസരിക്കണം. അവൻ സഭയ്ക്ക് വേണ്ടി യുഗത്തെ പിളർന്നുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമമെന്നും, അല്ലെങ്കിൽ BC എന്നും AD എന്നും യുഗത്തെ തന്നെ രണ്ടായി പിളർന്നുകൊണ്ട് ഇതാ ഈ അന്ത്യകാലത്ത് കൃപായുഗം നമ്മൾക്ക് വേണ്ടി വച്ചിരിക്കുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്. കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിനെ അനുസരിക്കുക, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ മുൻപോട്ട് പോകുക, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ സുരക്ഷിതരാക്കുക. മരണത്തിന് മുമ്പായിട്ടത് ചെയ്തുവെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. മരണത്തിന് ശേഷം ആരെങ്കിലും, ഏത് സഭയാണെങ്കിലും ഒരുവനെ സ്വർഗത്തിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞാൽ അത് വചനപ്രകാരമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് തെറ്റായ പഠിപ്പിക്കലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ പാതയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഇവിടെ അടുത്ത ലെസണിൽ നമ്മൾക്ക് കൂടുതൽ അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.